ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുമോൾസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണെന്നല്ലേ, ഇത് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ, നോട്ടിഹാം റെയിൽവേ സ്റ്റേഷൻ. ഞാനും ട്രീസയും ഞങ്ങൾ 3 ഫ്രണ്ട്സാണ്. ഞാനും ട്രീസ, ഷാജുവും അജുവും കൂടെ ബർമിംഗ്ഹാമിൽ ഒരു ഷോപ്പിംഗ് മാളുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും ട്രീസയുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അജു റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഈ ആഴ്ച അജുവിൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾക്ക് അജുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുക്കാനാണ്. ട്രീസ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അജുവിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. അച്ചു ദേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇറങ്ങി വരുന്നുണ്ട്. അച്ചു ഇപ്പം ഇറങ്ങി വരുവേ. ഞങ്ങളടുത്ത് അച്ചു പോയി. ഇതാണ് ഞങ്ങൾ ബർത്ത്ഡേ കുട്ടി. കണ്ണാടി ഞങ്ങളുടെ ട്രെയിൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഓടി ചെന്ന് കയറട്ടെ. വർത്താനമൊക്കെ പറയുകയാണ്. നിങ്ങൾ കയറി എനിക്ക് വേണ്ടി ട്രെയിൻ പിടിച്ചു നിർത്തുമെന്ന് എനിക്കറിയാം. 39 ആണ് നമ്മുടെ ട്രെയിൻ. കയറിക്കോ, ഞാനും കൂടെ കയറിയിട്ടേ പോകാനുള്ള ട്രെയിൻ. ഹായ്, നല്ല അടിപൊളി ട്രെയിൻ. നമ്മൾ നല്ല ടേബിളൊക്കെ ആണല്ലോ, കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പോവാം അല്ലേ. ഞങ്ങളിപ്പം ബർമിംഗ്ഹാം റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന ട്രെയിൻ. നമ്മൾ ബർമിംഗ്ഹാമിൽ വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പുറത്തിറങ്ങി. ഇത് നമ്മൾ എങ്ങോട്ടാണ് ട്രീസ പോകുന്നത്? ന്യൂ സ്ട്രീറ്റ് ഷോപ്പിംഗ് അല്ലേ. ഓക്കെ, അജുവിനും ട്രീസയ്ക്ക് ലൂയി വിറ്റന്റെ ഷോറൂമിൽ പോണേ. അജു ബ്രാൻഡിന്റെ ആളാണ്, ബ്രാൻഡ് ഷോപ്പുകളിൽ മാത്രം പോകുന്ന ആളാണ് അജു. ട്രീസയെ അതെ, ഞാൻ എനിക്ക് മാത്രം ബ്രാൻഡിനോടൊന്നും ഒരു എനിക്കും കാണാനൊക്കെ ഇഷ്ടമാണ്. എനിക്കങ്ങനെ എനിക്ക് എന്താണേലും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. ഒരു മനസ്സുഖം ബ്രാൻഡ് കാണുമ്പോൾ. നമ്മൾ ന്യൂ സ്ട്രീറ്റ് ഷോപ്പിംഗ് മാളിലേക്ക് പോവാണേ. അവിടെ കിടന്ന കടയുടെ പേരാണ് കെഞ്ചി, കൊറിയൻ ഷോപ്പാണ്. നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ, വിശന്നിട്ട് വല്ല. രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇത് കത്തീഡ്രലാണോ? അല്ലേ? ആ പള്ളിയുടെ പൊക്കത്തിൽ നോക്കി. നമ്മൾ ഇനി എങ്ങോട്ടാ പോണേ? ഫുഡ് കഴിക്കാൻ. ഓക്കെ, വിങ് സ്റ്റോപ്പ്. ഇവര് പറയുന്ന അവിടെ ആ ഏരിയയിലാണ് ചൈനീസ് മാർക്കറ്റ്. ഇവിടുത്തെ നെക്സ്റ്റിന്റെ ഷോപ്പാട്ടോ. അയ്യോ, ഈ ഷോപ്പിന്റെ പേര് കാടി. ഇന്ത്യൻ കോസ്റ്റ്യൂമാണോ ഇതെല്ലാം? ശരിക്കും നമ്മുടെ നാട്ടിലെ അതേ സ്റ്റൈല്. ബട്ടൺസാ, ഇത് നല്ല ലെവൻഡർ കളർ അല്ലേ. അതിന്റെ പ്രൈസ് എത്രയാ നോക്കിയാ ജു? കാടി അല്ലേ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ഈ ഷോപ്പ്. കാടി നല്ല ലൈല കളറ്, ഗ്രീൻ കളറ്, നല്ല കോട്ടൺ മെറ്റീരിയലാ അല്ലേ. എന്നിട്ട് അതേപോലെ വൈറ്റ് ലെഗിൻസ്. മീൻസ് ഒത്തിരി ലോങ് ആയിട്ടുള്ള ലെഗിൻസ് ആകരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അജു ഇതേ വൈറ്റ് എങ്ങെടുത്ത് അജു ഒന്ന് കാണിച്ചേച്ചു. അതാ വൈറ്റിൽ ഫ്ലവറി. എനിക്ക് ഇറക്കയില്ല, പക്ഷെ നല്ല കളർ, നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ. ഇറക്കയില്ല. ഇത് ബ്ലൂ. അപ്പോൾ എനിക്ക് ആ ബ്ലൂ ഇഷ്ടമില്ല. നല്ല ഫുള്ള് ഇതാട്ടോ. അതെ, നല്ല ഷോളൊക്കെ കിടക്കുന്നു. ആ ഗ്രീനേല് ആ പിങ്ക്
നല്ല ദുപ്പട്ട. അല്ല എനിക്ക് പിങ്ക് ഗ്രീനും ഇഷ്ടമാണ്. വൈറ്റിന്റെ കൂടെ മാറി മാറി ഇടാൻ നല്ലതാ. സൂപ്പർ. പിന്നെ ഒരു പ്രൈസ് എഴുതാത്ത നല്ല പ്രൈസ് ആയിരിക്കും കേട്ടോ. നല്ല ഭംഗിയില്ലേ? ഇത് ഷോളൊക്കെ ഉണ്ട്. ഇതെനിക്ക് നമ്മുടെ സൈഡ് എന്താണെന്ന് ചേച്ചി ഇതും പിന്നെ ഒന്നെങ്കിൽ ആ പകുതി കണ്ണാടി കൂടെ അല്ല അത് കുറയ്ക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ക്ലാസ് ഉണ്ടല്ലേ. ഇതുണ്ട് വേറൊരു കുർത്ത. നല്ല രസമുണ്ട് എല്ലാം കാണാന്. സൂപ്പറാണ്. ഒരു പിങ്ക് അല്ല എൻ്റെ നെക്കൊക്കെ എൻ്റെ ഷോള്. വാ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതടുത്തത് ഗ്രീന്. നല്ല സിമ്പിളായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള കുർത്തകളാണ്. ഇച്ചിരി ലെങ്ത് ഉള്ളതാണ്. സ്കൈ ബ്ലൂ. രസമാണ്. ഞങ്ങൾ ഈ ഖാദി എന്ന് പറഞ്ഞ ഷോപ്പിൽ വന്നിട്ട് കുറേ ചുരിദാറുകൾ നോക്കി. പക്ഷെ എനിക്ക് ഇതുണ്ട്. ഇതൊന്ന് പിന്നെ ഇത് ട്രൈ ചെയ്തു. ഇതൊന്നും എനിക്ക് തിരിഞ്ഞിരുന്നില്ല. പിന്നെ ഇത് ട്രൈ ചെയ്തു. അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇവരെല്ലാം പറഞ്ഞ് എനിക്ക് സ്യൂട്ട് ആവും എന്ന് പറഞ്ഞു ഈ ഒരെണ്ണമാണ്. ഈ ഒരെണ്ണം ഞങ്ങൾ മേടിച്ചു. ഇതിന്റെ പ്രൈസ് ടോപ്പിന് വേറെയാണ്, ട്രൗസറിന് ഷോളിനെല്ലാം വേറെ വേറെ പ്രൈസ് കേട്ടോ. ഇതാണ് ന്യൂസ് ഫിഷ് സൂപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിൽ വെച്ചിരുന്ന ഒരു ചെടിയുണ്ട്. ഡ്രസ്സീനയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ട് വളർന്ന് ആകാശം മുട്ട നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് സാറ്റിൻ ഫോട്ടോസ്. സൂപ്പർ. എനിക്ക് ഈ ചെടി ഉണ്ടായിരുന്നത് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ മുറത്ത് വെച്ചെല്ലാം ചീഞ്ഞു പോയി. ഉണ്ട് അതിൻ്റെ അടുത്ത് വേറൊരു ഡ്രസ്സീനയുടെ വെറൈറ്റി. എനിക്കത് ആ കളറില്ല, മറ്റേ ഉണ്ട്. പിന്നെ എവിടെയുണ്ട് പറഞ്ഞാൽ ഈ ചെടികൾ കണ്ട് സ്നേക്ക് പ്ലാന്റ്. എവിടെയാ മൈക്കിൾ കോഴ്സിൻ്റെ? മൈക്കിൾ കോഴ്സിൻ്റെ ഷോപ്പിന് മുന്നിലാട്ടോ ഞങ്ങൾ നിൽക്കുന്നേ. ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് വീട് വിൽക്കണം. സൂപ്പർ മാർക്കറ്റിലെ സെക്കൻഡ് ഫ്ലോർ കേട്ടോ. ഇതെല്ലാം ബ്രാൻഡഡ് ഷോപ്സ് ആണ്. ഇത് നമുക്ക് വല്ലതും കഴിക്കാൻ പോവാം. ബാ. ഏതാ? കോഫി ഷോപ്പ്. അജു കാനഡ ഗൂസ്. കാനഡ ഗൂസിന്റെ ജാക്കറ്റ് അടിപൊളി ആണോ? ജാക്കറ്റാണ് ഭയങ്കര കോച്ചിൻ്റെ ഷോപ്പാണ്. ഞങ്ങൾക്ക് 3 പേർക്ക് കോച്ചിൻ്റെ ഒരു ബാബുണ്ട്. അജു അമേരിക്ക പോയിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇവിടുത്തെ സൺഗ്ലാസ് സെറ്റാണ്. കുറേ സൺഗ്ലാസ് കേട്ടോ. ഞാനൊരു റീബാൻഡ് സൺഗ്ലാസ് വണ്ടിയാണ് വാങ്ങിച്ചായിരുന്നു. എൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേര് ബുൾറിങ് എന്നാണ്. അവിടെ ഒരു ബുള്ളിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണിക്കാനേ കണ്ടോ? വലിയൊരു ബുൾ. കുറച്ച് നേരം ഞങ്ങൾ നടന്നപ്പോൾ ഞങ്ങൾ മടുത്തേ. അതുകൊണ്ടൊരു ട്രീസ് ഒരു മോച്ച മേടിച്ചു. അജ് ബ്ലാക്ക് കോഫി, ബനാന കേക്ക്, അജ് സിനമൺ ബൺ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാകുമ്പോഴത്തേനും അതുവരെ ഞങ്ങൾ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കപ്പ് ഓഫ് ടീയുടെ സൈസ് കണ്ടോ? എന്നെ വലുതാണ്. നല്ലൊരു പാട്ടൊക്കെ ഉണ്ട് ട്രീസയുടെ ചായക്ക് അടിപൊളി കൊടുത്ത പൈസ ഉണ്ട്. എൻ്റെ ഐസ്ഡ് ലാറ്റക്കോ എങ്ങനെ വരുമോ? ഐസ്ഡ് മോച്ച ഡ്രിങ്ക് ആണ്. മൊക്ക. ഇത് ഐസ്ഡ് ബ്ലെൻഡ് ലെവൻഡർ ലാറ്റെ. ഐസ്ഡ് ബ്ലെൻഡ് ലെവൻഡർ ലാറ്റെ. ഇത് നല്ല ടേസ്റ്റാട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മധുരം കുറവാണ്. ഡിയോറിൻ്റെ പെർഫ്യൂം ഷോപ്പിലാണ്. അജുന് ഡിയോറിൻ്റെ ഒരു പെർഫ്യൂം മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇഷ്ടപ്പെട്ട പെർഫ്യൂം നോക്കി നടപ്പാണ്. ഇവിടെ ഇല്ല, ഞങ്ങൾ പെർഫ്യൂം ഷോപ്പുണ്ട്, അവിടെ
പോയിട്ട് ഡിയോറിൻ്റെ എടുക്കും. എന്ന് പറഞ്ഞ കടയാണ്. ഇവിടുത്തെയൊക്കെ വില എഴുതി വെച്ചിട്ടുണ്ട്. 20% ഡിസ്കൗണ്ട്. നല്ല ഉടുപ്പുകളൊക്കെ കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള ഉടുപ്പുകളെ. ഡ്രസ്സാണ് നോക്കി. ഡ്രസ്സ് സോറി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. ഡ്രസ്സാന്ന് നോക്കി. ഈ ഫ്ലോറൽ ഉടുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ രണ്ട് നോക്കി നടന്നിട്ട് എന്തെങ്കിലും മേടിച്ചോ? കൂടുതൽ പൈസ അമേരിക്കയിൽ എന്ത് വിലക്കുറവല്ലേ. ഇങ്ങനെ ഞങ്ങൾ സെൽഫ് സൻകോവിലെല്ലാം ചെയ്തിട്ട് ഇറങ്ങി വന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന മൈക്ക് കോഴ്സിൻ്റെ ഷോപ്പിലാണ്. ഇഷ്ടമാണ് ആ ഭാഗം. എന്റെ ടൈപ്പ് അല്ല ചേച്ചി, ഇതെന്റെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ഷേപ്പാണ് ഐലിനും എന്റെ സ്റ്റൈലല്ലേ എനിക്ക്. നല്ല അടിപൊളി വാച്ചുകളാണ് മൈക്ക് കോഴ്സിൻ്റെ. അല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ കളറും ഗ്രീൻ ബാഗും. ഈ കടയുടെ പേരുന്ന കമ്മലൊക്കെ ഇരിക്കുന്നത് ഡ്രസ്സാന്ന് നോക്കി. ശംഖോ അതിഷ്ടമാണോ ചേച്ചി? നോക്കി. ബ്രേസ്ലെറ്റ് എന്ത് രസമാണ്. നോക്കി. ഷെല്ലിൻ്റെ അല്ലേ അതല്ലേ. കേക്ക് ബേഡിൻ്റെ ഷോപ്പാണ്. ഭംഗിയുള്ള ബ്രേസ്ലെറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. ഡിവൈഡ് ഷോപ്പിലാണ്. ഈ നോക്കി. നീ ഒരു കേജ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കി. വാവ്. ബ്ലൗസ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മുടെ ടൈപ്പ് അല്ല. ഇത് നോക്കി. ഇത് രസമായിട്ടാണ് വെച്ചേക്കുന്നത്. ചെരുപ്പുകൾക്കൊന്നും വലിയ വിലയില്ല കേട്ടോ. 30 പൗണ്ടൊക്കെ ഉള്ളൂ. ചെരുപ്പ് എന്തെങ്കിലും മേടിക്കുന്നു? എന്റെ ടൈപ്പ് അല്ല. കളർഫുൾ ചെരുപ്പുകൾ. ഡിസ്കൗണ്ട് കാണിച്ചിട്ടുണ്ട്. ക്ലാസിക്കിൻ്റെ എവിടെ? That's for 50 ml. No, 30. ഞങ്ങൾ ഓഫീസിൽ നിന്ന് പറഞ്ഞ ഷൂ ഷോപ്പിൽ കയറിയിട്ട് ഞങ്ങൾ 3 പേര് ഓരോ ഷൂ മേടിച്ച്. എൻ്റെ ഷൂ ഞാനിപ്പം തന്നെ ഇട്ടു കേട്ടോ. ഞങ്ങൾ 3 കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് മടുത്തു കേട്ടോ. ഇനി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ പോവാണേ അല്ലേ. കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ ന്യൂ സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുവാണേ. ഇപ്പം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. താഴേക്ക് പോകണം. കണ്ടോ, ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോകണം. അതെ, എസ്കലേറ്ററുള്ള ഭാഗ്യമല്ലേ ജു, അല്ലെ നമ്മൾ നടന്ന് മടുത്താനെ. ഞാനൊരു ഷണലിൻ്റെ പെർഫ്യൂം മേടിക്കാൻ വലിയ ആഗ്രഹമാണെങ്കിൽ ഷണലിൻ്റെ പെർഫ്യൂം മേടിച്ചു. ഒരു ഷൂ മേടിച്ചു. മോക്കൊരു ജോൺസ് മേടിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇനി ഇതെല്ലാം ചുമന്നുകൊണ്ട് നടക്കണമെന്നുള്ള വിഷമമുണ്ട്. കാണുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മറഞ്ഞ് ഇങ്ങോട്ട് മുകളിലേക്ക് തള്ളി നിൽക്കുന്ന പോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. വലിയ കോയിൻ ഒട്ടിച്ചിട്ടിരിക്കുന്ന പോലത്തെ ഒരു ബിൽഡിംഗാണ്. ബുൾ റിംഗ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ ഷോപ്പിംഗ് നടത്തിയത്. ബർമിംഗ്ഹാം റെയിൽവേ സ്റ്റേഷനിൽ ബുള്ളാണ്. ബുൾ റിംഗ് കണ്ടോ ദൈവമേ, ഇത് ഹ്യൂജ് സൈസാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു തായ് റെസ്റ്റോറൻറ്റിൽ വന്നേ.
തായ് റെസ്റ്റോറൻ്റ് അല്ലേ ഇത്? നല്ലൊരു ടേബിൾ ഞാൻ കിട്ടി. അതിൻ്റെ അടുത്ത് നോക്കിയേ നല്ലൊരു അക്വേറിയമാണ്. അക്വേറിയത്തിലെ മീനുകളെ ഇരുന്ന് കാണട്ടെ. ഇത് തന്നെ മീനുകളൊക്കെ ഭയങ്കര രസമാണ്. ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇരുന്നു അല്ലേ? എല്ലാവരും വിശന്നൊരു പരിപാടിയില്ലേ? ബർത്ത്ഡേ കേള് തന്നെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത്. എന്തെല്ലാം നമ്മൾ മേടിച്ചേക്കുന്നതെന്ന് നോക്കിയാൽ ഇതെല്ലാം ചുമന്നുകൊണ്ട് ഇനി നടക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമാണ്. രാവിലെ ഒന്നും പ്രസരിപ്പൊന്നും ആർക്കും ഇല്ലല്ലോ. ഫുഡ് കഴിച്ചപ്പോൾ ഈ ഡ്രിങ്ക് ഏതാ? മാംഗോ ആൻഡ് പാഷൻ ഫ്രൂട്ട്. ഇത് ഗോവാൻ സംതിങ് എൽസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വാട്ടർമെലൺ പഞ്ചോ ലഞ്ചോ വാട്ടർമെലൺ പഞ്ചോ. എനിവേ മൂന്നല്ല. Can you tell me what is this? Duck salad, Oh, Mauritian duck rice. salad. Okay, and this is Prawn tempura. spring spring prawn. roll, chicken stack, and taco chicken. Tom yum Thank you. soup. Tom yum soup. Good. That's in a big bowl. Tom yum soup. വാഴയിലക്കകത്ത് ഗ്രില്ല് ചെയ്തിട്ട് സീബാസും നല്ല എരിവുള്ള ചില്ലി സോസും പിന്നെ ഇത് നമ്മുടെ വഴുതനങ്ങ, പർപ്പിൾ വഴുതനങ്ങ. ഇത് സ്റ്റിക്കി റൈസ്. ഇത് ലാമ്പാട്ടോ. ലാമ്പും കുറേ വെജിറ്റബിൾസും ഫ്രൈഡ് ഒനിയൻസും ഒക്കെ ഇട്ട് ട്രീഫേം സീബാസിലെ ഓർഡർ ചെയ്തത്. വാഴയിലക്കകത്തുള്ള സീബാസ്. ഇതാണ് സ്റ്റിക്കി റൈസ്. അതെ, ഇന്ന് 18ാം ജന്മദിനം. അച്ഛനെ കണ്ടാലും 18ാം ജന്മദിനോട് 18ാം ജന്മദിനം ആഘോഷിക്കുന്ന അച്ഛന് ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. Thank you, ചേച്ചി. Thank you, ചേച്ചി. തായ് റെസ്റ്റോറന്റ് അല്ലേ? എന്നതാ വേറെ സീകൂട്ടി കടിച്ചപ്പൊട്ടാത്ത പേര് പറഞ്ഞ നാളം കണ്ട നമ്മള് പറയുമ്പോ അത് തെറ്റിപ്പോവും. അതെ അതെ, ഈ റെസ്റ്റോറന്റിന്റെ പേര് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞ ക്യൂട്ട് കേക്ക്. 1 year ഓൾഡാ. ഒരു തിരിയേ ഉള്ളൂ. ഇവിടുത്തെ സ്റ്റാഫ് അജുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു ചെറിയ കേക്ക് നല്ല ക്യൂട്ടായിട്ട് അതെ ഫ്ലവറൊക്കെ വെച്ച് അല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട് താഴെ. HBD. ഹാപ്പി ആയോ? നല്ല പിന്നെ ഇല്ലാതെ ഭയങ്കര സർപ്രൈസ് ആണ്. 2 കള്ളികളും കൂടെ എന്നോട് പറഞ്ഞില്ല. അതെന്താ നമ്മള് പിന്നെ പറഞ്ഞ കാര്യം പറയാൻ പറ്റത്തില്ല. ഊത്. അജുവിന്റെ ബർത്ത്ഡേയും നമ്മളിന്ന് ആഘോഷിച്ചു. അജുവിന് കിട്ടിയ ഗിഫ്റ്റ് കാണണ്ടേ? കാണിച്ചായിരുന്നു. അത് കാണിച്ചില്ല. അതോടെ എടുത്ത് കാണിക്കാം. ഞങ്ങള് അജുവിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അജുവിന്റെ ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുക്കുവാണേ. കാണിച്ചതിന്റെ പേര് കാണിച്ചേ. ഇത് അജുവിന്റെ ഒരു ഡ്രീം പെർഫ്യൂം ആയിരുന്നു അല്ലേ? ഇഷ്ടപ്പെട്ടോ? പിന്നെ മൈ ഫേവറേറ്റ് എൻ്റെ ട്രീസയും കൂടിയുള്ള ഹൃദയത്തിൽ നിന്നുമുള്ള സമ്മാനം. ഹൃദയത്തിൽ നിന്നുള്ള സമ്മാനം. ഹാപ്പി ബർത്ത്ഡേ. ഇതാട്ടോ ഞങ്ങൾ ഇത്രയും നേരം ഷോപ്പിംഗ് ചെയ്ത സ്ഥലമേ. അതിൻ്റെ അടുത്തായിട്ട് വലിയൊരു കത്തീഡ്രലുണ്ട് കേട്ടോ. എൻ്റെ പഴയ ബിൽഡിങ്ങാണ്, പഴയ ചർച്ചാണ്. ഉണ്ടോ മുകളിലൊരു ക്ലോക്ക് ഉണ്ട്. 7:10 10:07. ഓക്കെ, പിന്നെ ഞങ്ങൾ ഇത്രയും നേരം പോയ റെസ്റ്റോറൻറ്റ് ഇതാണ്. CHOP ഷമോഫ്ര തായ് റെസ്റ്റോറൻറ്റ്. സിഗ്ലും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവർ അജുവിൻ്റെ ബർത്ത്ഡേക്ക് നല്ലൊരു ഒരു സ്മോൾ ബർത്ത്ഡേ കേക്ക് ഒന്ന് സർപ്രൈസ് ആക്കിയിട്ട് അജുവിനെ. ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വളരെ ക്ഷീണിതരായി ഇവിടെ ഒരു ബെഡ് കിട്ടിയാൽ കിടന്ന് ഉറങ്ങിപ്പോവും. ആ പരുവത്തിലായി. ഇവിടെ അജുവും ട്രീസയും കൂടെ അവിടം വരെ എത്തിയേ. അപ്പം ഞങ്ങൾ തിരിച്ച് ട്രെയിൻ കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ.
താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനെ, ബർമിംഗ്ഹാം റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ തിരിച്ച് ഇനി നോട്ടിംഗ്ഹാമിന് പോവുകയാണ്.